മുഖ്യമന്ത്രിയുടെ മകന്റെ ക്ഷേത്ര ദർശനം ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതായി ആരോപണം. പ്രാദേശിക മാധ്യമപ്രവർത്തകൻ രാജു ഗുരുവായൂരിന് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണും കുടുംബവും ഇന്നലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ഇവരുടെ ചിത്രങ്ങൾ പകർത്താൻ താൻ ശ്രമിച്ചപ്പോൾ ദേവസ്വം ജീവനക്കാർ തടഞ്ഞെന്നും ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്നും രാജു ആരോപിക്കുന്നു. ദേവസ്വം ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്ന് തനിക്ക് നേരെ ദേവസ്വം ഗാർഡുകൾ ബലപ്രയോഗം നടത്തിയെന്നുമാണ് രാജു പറയുന്നത്. ഫോട്ടോ കൂടാതെ വീഡിയോ ചിത്രീകരിച്ചു. അത് ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ വീഡിയോ ചിത്രീകരിച്ച് അവർ എല്ലാവരും കൂടെ ഇതിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വിഷയം എടുത്തു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ VIP വരുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇത് എടുത്തു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിൻ്റെ അകത്തുനിന്ന് ഈ സ്ത്രീ ഇറങ്ങി വരും. സ്ത്രീയും ഒരു പുരുഷനും കൂടെ അവരെ കൂടെയുള്ള ഒരു ബന്ധുവാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇറങ്ങി വന്ന ഉടനെ തന്നെ എന്നോട് വന്ന് പറയുന്നു. ഈ സ്ത്രീയാണ് പറഞ്ഞത്, ആ ഫോട്ടോ നിങ്ങളെടുത്തിട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് ഡെലിറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറയുന്നത്, നിങ്ങളത് കംപ്ലീറ്റ് ഡെലിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, സാധിക്കില്ല, കാരണം ഞാൻ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ജോലിയാണ് ചെയ്തത്. ഒരു VIP വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അത് VIP അല്ലല്ലോ, ഇത് സാധാരണ ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മകൻ എനിക്ക് VIP ആണ്. അപ്പോൾ VIPയുടെ വിഷലെടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് കഴിയില്ല, നിങ്ങളത് ഉടനെ തന്നെ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഞാൻ ഡെലിറ്റ് ചെയ്തിട്ടേ നിങ്ങളെ ഒന്ന് കിട്ടുന്നത് പറഞ്ഞു. എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിൽ വെച്ചാൽ ഈ ഫോൺ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നത്.